ബഹ്റിൻ അന്താരാഷ്ട്ര എയർ ഷോയുടെ 7ാമത് പതിപ്പിന് തുടക്കമായി. ബഹ്റിൻ സാഖിർ എയർബേസിലാണ് അന്താരാഷ്ട്ര എയർ ഷോയ്ക്ക് തുടക്കമായത്. ബഹ്റിൻ ഭരണാധികാരി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരവും നവംബർ 13 മുതൽ നവംബർ 15 തീയതി വരെയാണ് എയർ ഷോ നടക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ 2 E-17 വിമാനങ്ങൾ കാർഗോ വിമാനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച തന്നെ എയർ ഷോയുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലെത്തിയിരുന്നു. 5 ദിനാറാണ് പ്രവേശനത്തിനായുള്ള ചാർജ്. 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് സൗജന്യ പ്രവേശനമാണ്. തൊഴിൽ താമസ നിയമലംഘകരെ കണ്ടെത്താനായുള്ള LMRAയുടെയും NPRAയുടെയും സംയുക്ത പരിശോധനകൾ രാജ്യത്തുടനീളം വീണ്ടും ഊർജിതമായി നടക്കുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ, കൃത്യമായി പറയുകയാണെങ്കിൽ നവംബർ 3 തീയതി മുതൽ നവംബർ 9 തീയതി വരെയുള്ള ഒരാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ 257 നിയമലംഘകരെയാണ് നാട് കടത്തിയിരിക്കുന്നത്. 1481 പരിശോധനകളാണ് ആകെ മൊത്തം നടന്നത്. ഇതിൽ നിന്നാണ് ഇത്രയും ആളുകളെ നാട് കടത്തിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിലും രാജ്യത്തുടനീളം കർശനമായി തന്നെ തുടരുമെന്നുള്ളൊരു വിവരം കൂടി LMRA അറിയിച്ചിരിക്കുകയാണ്. നൈറ്റ് ഗ്രാൻഡ് ക്രോസ് അവാർഡ് ബ്രിട്ടനിലെ പരമോന്നത ബഹുമതിയാണിത്. ഈയൊരു അമൂല്യ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ബഹ്റിൻ ഭരണാധികാരി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടന്റെയും നോർത്തേൺ അയർലൻഡിന്റെയും രാജാവ് ചാൾസ് മൂന്നാമനാണ് ഈ ബഹുമതി ബഹ്റിൻ ഭരണാധികാരിക്ക് കൈമാറിയത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച UK-യിലെ വിൻസർ കാസലിൽ വെച്ച് നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ബഹ്റിൻ ഭരണാധികാരിയെ അവിടേക്ക് സ്വീകരിച്ചത്. തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഒപ്പം 200 വർഷത്തിലധികമായി തുടരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ഈസ ടൗൺ ക്യാമ്പസിലെ അധ്യാപിക ആനി ജോണിന്റെ വിയോഗത്തിൽ വിവിധ സംഘടനകളും വ്യക്തികളും അനുശോചനം അറിയിച്ചു. ഇന്ത്യൻ സ്കൂളിലെ അധ്യാപികയായിരുന്ന ആനി ജോണാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ വെച്ച് മരണപ്പെട്ടത്. 48 വയസ്സായിരുന്നു. അസുഖബാധിതയായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയതായിരുന്നു. നാട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.